ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപം പ്രയർ ഗ്രൂപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴൻ. ഈശോ തൻ്റെ മരണത്തിന് മുമ്പ് പൂങ്കാവനത്തിൽ ഇരുന്ന് രക്തം വേർത്ത് പ്രാർത്ഥിച്ചു എന്ന്. ആ വലിയ സങ്കടം നമുക്കിന്ന് ധ്യാനിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ വിഷമങ്ങളും ഈശോയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. ലൂക്ക 22:42 തിരുവചനം ഇങ്ങനെ പറയുന്നു: പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ആ തോട്ടത്തിൽ തനിച്ചായിരുന്നു. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിലും ആരും കൂടെ ഇല്ലാത്ത നിമിഷങ്ങളിൽ, രോഗങ്ങളിലും സങ്കടങ്ങളിലും തളർന്നിരിക്കുമ്പോൾ ഈശോയെ ഓർക്കാം. ഈശോ പറഞ്ഞതുപോലെ, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ നമുക്കും ശീലിക്കാം. മത്തായി 11:28 തിരുവചനം ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും മനസ്സ് തളർന്നിരിക്കുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാൻ ഈശോ തയ്യാറാണ്. നമ്മുടെ സങ്കടങ്ങളുടെ ഭാരം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചാൽ മതി. അവിടുന്ന് നമുക്ക് പുതിയൊരു ഉണർവ് നൽകും. വിശ്വസിച്ച ദൈവമഹത്വം ദർശിക്കും. റോമ 8:28 തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി ഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സങ്കടം എന്തിനാണെന്ന് നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവുന്നുമില്ല. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അവസാനമെല്ലാം നല്ലതായിട്ട് തന്നെ അവിടുന്ന് മാറ്റുമെന്ന് വലിയൊരു ഉറപ്പാണ് ഈ വചനം നൽകുന്നത്. വിശ്വസിക്കുക. സ്നേഹമുള്ള ഈശോയെ, ആ പൂങ്കാവനത്തിൽ അങ്ങ് അനുഭവിച്ച ആ വലിയ വേദനകളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും രോഗങ്ങളും മാറ്റിത്തരണമേ. സങ്കടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അങ്ങയുടെ ശാന്തി നൽകണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. ആമീൻ. ഈ വിശുദ്ധ രാത്രിയിൽ ഈശോയോടൊപ്പം നമുക്കും പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.